എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ചോറ്, ചീര ഉപ്പേരി, ഇത് സോയാബി കറി, ഇത് കുമ്പളങ്ങ ഓലൻ, വെള്ളം. ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ നമുക്ക് കഴിക്കാം. മക്കളെ, നമുക്ക് ചോറ് രണ്ട് ചട്ടയും ചോര അടിച്ചിട്ടുള്ളൂ കേട്ടോ. അത്ര കഴിക്കാൻ പറ്റുള്ളൂ മക്കളെ. ചോറൊക്കെ കുറച്ച് കഴിക്കുള്ളൂ. കഞ്ഞിയാണെങ്കിൽ കുടിക്കും, ചോറ് കുറച്ച് കഴിക്കുള്ളൂ. പിന്നെ ഇതാ ചീര. ഈ ചീര നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈ ചീര കടയിൽ നിന്ന് മേടിക്കണ ചീരയില്ല കേട്ടോ. എനിക്കത് ഇഷ്ടേ അല്ല. അങ്ങനെയുള്ള ചീരയൊന്നും എനിക്കിഷ്ടമല്ല. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചീര. ആ ചീരയുടെ ഒരു രുചി തന്നെയാണ്. അതിന് വേറെ ഒന്നും വേണ്ട. പറമ്പിലും റോട്ടരികിലും ചാലിൻ്റെ അരികിലൊക്കെ നിൽക്കില്ലേ ചീര, അത് അരിയും പിടിക്കൊന്നും വേണ്ട. അത് എത്ര വലിയ ഇലയില ആ ഇല അങ്ങോട്ട് തണ്ടോട് കൂടി നുള്ളി അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പിടിച്ച് ഒരു പച്ചമുളക് ഉണക്കമുളക് ഇട്ട് ഈ ചീര അതിൽ വാരിയിടുക. ഒരു നുള്ള മഞ്ഞപ്പൊടി, ഒരു തുള്ളി ഉപ്പിട്ട തോരനായി. അത് കൂട്ടി നമുക്ക് ചോറിനാം. ചിലർക്കൊന്നും അതിൻ്റെ ഗുണം അറിയില്ല. അതുകൊണ്ടാണ് ഗുണം രുചി അറിയില്ല. സോയാബീൻ, ഇറച്ചി കറി, കുമ്പളങ്ങ ഓലൻ. കല്യാണത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിന് അവർ വിളമ്പി തരും. കാരണം എന്താ, അന്ന് വീടുകളിലാണ് വയ്ക്കുക. അപ്പോൾ ഇഷ്ടം പോലെ വയ്ക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് എത്ര ആളുണ്ടോ അത്ര അല്ല, വിളമ്പാനും അവർ തന്നെ വരും. എന്നിട്ട് അവർ ഈ ടീസ്പൂണ് കൊടുങ്ങാണ്ട് എന്നിട്ട് നമ്മുടെ ഇലേനെ ഉമ്മ വെച്ചിട്ട് പോകും അല്ലേ. രണ്ടാമത് ചോദിച്ചാൽ അവർ മുക്കി മൂടി വന്ന് ഒന്നുകൂടി ഉമ്മ വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി ഇഷ്ടം പോലെ വയ്ക്കാം. എനിക്ക് ആദ്യ കാലം തൊട്ട് കല്യാണ സദ്യക്ക് പോയി ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കുമ്പളങ്ങ ഓലനും വെള്ള ഇഷ്ടു, ഉരുളൻകിഴങ്ങ് സവോളയും വെള്ള ഇഷ്ടു വയ്ക്കില്ലേ തേങ്ങാപ്പാലിൽ, അതും രണ്ടും എനിക്കിഷ്ടം. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പൂജയ്ക്ക് പോകണം മക്കളെ. നാളെ രാവിലെ. ₹10 കിട്ടിയെങ്കിൽ അതായില്ലേ. ഇനി അങ്ങോട്ട് പോകാനൊന്നും നേരം കിട്ടില്ല. നമുക്ക് ജോലിയുണ്ട് നമ്മുടെ അവിടെ. നമുക്ക് ഭരണിയ വരണം. നമുക്ക് ഇഷ്ടം പോലെ ജോലി അവിടെ കിടക്കണം. ഞങ്ങൾക്ക് ചെയ്യണം.
അപ്പം ഒരു പിടി ചോറ് അതുകൊണ്ടപ്പോൾ സമാധാനമായി. അപ്പോൾ എൻ്റെ ഒപ്പം ചോറ് കഴിക്കണം എന്നുള്ളവർ എൻ്റെ ചോറ്റുപാത്രം വരുമ്പോൾ നിങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് എൻ്റെ ഒപ്പം എന്നെ നോക്കി നിങ്ങൾ കഴിക്കും. അപ്പോൾ വയറ് അങ്ങോട്ട് ഫുള്ളാവും കേട്ടാ. പിന്നെ എപ്പോഴേലും നമുക്ക് ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ഒരുമിച്ച് കഴിക്കായിരുന്നു കേട്ടാ. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴേ എനിക്ക് കുറേ ബന്ധങ്ങൾ സ്വന്തങ്ങളുള്ള പോലെ തോന്നുന്നു. കുറേ മക്കളെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് താമ്പൂലം ചവയ്ക്കാം മക്കളെ. നമുക്ക് ചാമ്പൂലം കഴിക്കാം. ചാമ്പൂലം. അപ്പോൾ ചിലവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ വീഡിയോ ചെയ്ത് കരയണതും പിഴിയണതൊക്കെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി വരെ ഉപേക്ഷിച്ചു യൂട്യൂബ് ചാനലിൽ നിന്ന് ലക്ഷക്കണക്കിന് കയ്യിലേക്ക് വരുന്നു വിചാരിച്ചിട്ട്. എന്ത് പിടിത്തല്ലേ. എല്ലാവരും വിചാരം ഒരു എന്തെങ്കിലും കാട്ടിയങ്ങളുടെ യൂട്യൂബിലിട്ടാൽ അപ്പോൾ കിട്ടും ലക്ഷങ്ങളെന്നാ. ഞാൻ അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കിട്ടുമെന്ന്. എനിക്ക് ഇത്ര രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും ഞാൻ ഇന്നും ഇപ്പോഴും ഈ നിമിഷം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ നിയമം കാര്യങ്ങളൊക്കെ അവർ മുന്നേ പറയുന്നുണ്ട് അല്ലേ. ഞാൻ ഇപ്പോൾ 3 വർഷമായി 10 രൂപ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല, മോങ്ങിയോണ്ട്. എനിക്ക് പൈസയല്ല. ഇപ്പം ഈ ചാനൽ തുടങ്ങിയപ്പോൾ എന്നെ ഏതെല്ലാം രാജ്യത്തുള്ളവർ, ദേശത്തുള്ളവർ, അല്ലെ ജില്ലയിലുള്ളവർ എന്നെ കണ്ടു, മനസ്സിലാക്കി, അറിഞ്ഞു. അത് മതി. അവരുടെ സ്നേഹങ്ങൾ കിട്ടണുണ്ടല്ലോ, അത് മതി. പിന്നെ എല്ലാം തികഞ്ഞു വരുമ്പോൾ യൂട്യൂബ് ചാനലുകാർ എനിക്ക് പൈസ തരുകയാണെങ്കിൽ 2 കൈയും കെട്ടി ഞാൻ സ്വീകരിക്കും, ദക്ഷിണയായിട്ട് സ്വീകരിക്കും. അല്ലാതെ പൈസ വേണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാറില്ല. കാരണം ഇന്നൊരു വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല എന്ന് വരികയാണെങ്കിൽ എനിക്കിപ്പോൾ എല്ലാവർക്കും അറിയാം 100 കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കാനോ ഇടാനൊന്നും പറ്റാണ്ടായി കഴിഞ്ഞാൽ 900 റേറ്റായത് പെട്ടെന്ന് ഇറങ്ങി 500ലേക്ക് എത്തും. ഇതാണ് അവസ്ഥ. സബ് 1000 മതി, വാച്ചമർ 4000, അതൊക്കെ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെയായി, പറഞ്ഞേക്ക് ഏറെയായി. പക്ഷേ ഒരു കുന്ത്രാണ്ടം കൂടി റെഡി ആവണം. ആ കുന്ത്രാണ്ടം അങ്ങനെ പെട്ടെന്നൊന്നും റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചില കുഴലിട്ട വളഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലെയാണ്. കാരണം നമുക്കിങ്ങനെ കിട്ടണു, വീണ്ടും അതിങ്ങനെ കുറഞ്ഞു പോകണു, വീണ്ടും കയറണു, വീണ്ടും കുറഞ്ഞു പോകണു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്തിട്ടാ പന്തം കണ്ട പരിച്ചായ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അയ്യോ എനിക്ക് ഇത്ര കിട്ടിയതാണല്ലോ, ഇത്ര പോയില്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരറിവില്ലാത്ത നമ്മളൊക്കെ. അതിനെ കുറച്ച് അറിയണവർ അതിൻ്റെ വഴി നോക്കും. നമുക്കതൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കുത്തിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഭ്രാന്ത് കാട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മൾ പരിശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉണ്ടാവും എന്നാണ് എൻ്റെ തീരുമാനം. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ കരുതിയിരിക്കൂ. അല്ലെങ്കിൽ നാളെ മാറ്റം ഉണ്ടാവും. ദുഃഖപ്പെടണ്ട. നമ്മളാരും തല്ലി ജമിച്ചതല്ലല്ലോ.
നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് തുടങ്ങി വെച്ചതല്ല. ഇവിടെ അവസാനിപ്പിക്കുക. മക്കളെ, എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടണും ചുവന്ന ബട്ടണൊക്കെ ഒന്ന് അമർത്തും. എങ്കിലും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.